ധ്യാന്റെ മുമ്പിൽ വരെ ഞാൻ വിളിച്ചത്. പക്ഷേ അതായത് ധ്യാൻ ചേട്ടന് മുന്നിൽ വരെ ഞാൻ പിടിച്ചു നിൽക്കും എന്നാണ് പറയുന്നത് ചേട്ടൻ. ഒന്നും വേണ്ടത് അവരതിന് മാറി വാക്ക് പറഞ്ഞിട്ട് അത് ഏറി കയറ്റാനാണ്. മറ്റേ നാണം കെടുത്തി വിട്ടോ മണ്ടൻ. അത് ടോവിയുടെ ശാമായിരിക്കും. ഞാനാണ് അപ്പൊ അവിടെ ഇറങ്ങിപ്പോ 100 കൈ കിട്ടിയ 10 ഞാൻ നിങ്ങളുടെ വീഡിയോ തന്നെ അത് നിങ്ങൾ പടം കണ്ടായിരുന്നോ? ദുൽഖറിനെ കാണിച്ചു കൈ അടിച്ചായിരുന്നോ? എന്നെ കൊല്ലാൻ വരുമ്പോഴാണ് കാണിച്ചത് ദുൽഖറിനെ. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത അതേ പിക്ചർ ഇവര് ഡീപ് ഫേക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ന്യൂഡ് ആക്കിയിട്ട് ഈ പുള്ളിക്ക് കിട്ടി. കാരണം കുറെ പേര് കുറെ ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ നമ്മള് സ്റ്റോറി ഇട്ടപ്പോഴേ അറിയാത്ത ആൾക്കാരിലേക്ക് എത്തി. അപ്പൊ എന്താന്ന് ചേട്ടാ എനിക്ക് അങ്ങനെ അത് വേറെ നിയമം. ട്രെയിലറൊക്കെ കണ്ടപ്പോ കാല് എന്ന് വെച്ചാൽ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഭയങ്കര ഓളം സൃഷ്ടിക്കാൻ പോകുന്ന സീനുകളാണ്. ഷക്കീലയുടെ കാലല്ലോ കാണിക്കുന്നത്. ഞങ്ങള് അയൽവക്കക്കാരാ ഞങ്ങള് അടുത്ത വീടാകുമ്പോ അടുത്ത വീട്ടില് എപ്പോഴും ഉണ്ടാവുമല്ലോ തള്ള. ഡിഗ്രി കഴിഞ്ഞ് ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരിപ്പാണോ? എന്നാൽ പിന്നെ കുറഞ്ഞ കാലം കൊണ്ട് മികച്ച ഐ ടി ജോലി കിട്ടിയാലോ? എങ്കിൽ പഠിക്കൂ ലൂമിനാർ ടെക്നോ ലാബിൽ, കേരളാസ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളെ കുറിച്ച് ചേട്ടനിട്ട പേരാണ് എന്റെ ഷോക്ക്. ഒരു വർഷം കഴിഞ്ഞു, ഇത് സീസൺ 2 ആണ്. മസ്തി വിത്ത് മസ്താനി. ഞാനിട്ട് പേരെ ഒന്നും പറയുന്നത് ഓക്കെ, അപ്പൊ ഇത് വാച്ചാ പുഷ്പിച്ച വാച്ചാണ്. നല്ല വാച്ചാ. ഇത് നമുക്ക് വേണമെങ്കിൽ മുടിയിലും കേട്ടാം. അതായിരിക്കും സമയം ആര് പറഞ്ഞു? അവരുടെ സമയം ശരിയല്ല. നാളെ പുറകെ പോവാണെങ്കിൽ സമയം നോക്കി അതെ. അപ്പൊ നമ്മുടെ ഗസ്റ്റുകൾ ഇപ്പൊ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷമാണ് ധ്യാൻ ചേട്ടൻ വീണ്ടും എന്റെ ഷോയിൽ വരുന്നത്. ഒരു മാസം അല്ല, ഒരു മാസം ഓഗസ്റ്റിലാ വന്നത്. സീസൺ 2 സ്റ്റാർട്ട് ചെയ്തതും ചേട്ടൻ വെച്ചിട്ടാണ്. അപ്പം അന്നാണ് ലാസ്റ്റ് കാണുന്നത്. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പറ്റൂല, ഇത് വേണം. നല്ല കേട്ടോ, ഞാൻ ഈ സ്റ്റുഡിയോ ടൂർ ചെയ്യാം. അപ്പൊ കുറെ ആൾക്കാർ എന്നോട് എവിടെ പോകുമ്പോഴും ചോദിക്കും, ധ്യാൻ ചേട്ടൻ എവിടെ, ധ്യാൻ ചേട്ടൻ എവിടെ, ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂ ഇല്ലേ, ലാസ്റ്റ് ഇന്റർവ്യൂവിന് ശേഷം ധ്യാൻ ചേട്ടന് സിനിമകളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൈസ്, ഇത് ചേട്ടൻ ഏറ്റവും പുതിയ സിനിമയാണ് ID The Fake അല്ലെ? അതിന്റെ വിശേഷങ്ങളുമായി നമ്മുടെയൊക്കെ സ്വന്തം ധ്യാൻ ചേട്ടൻ, ഷാലു റഹീം, മിനി ചേച്ചി ആൻഡ് പ്രമോദ് ചേട്ടൻ, വെൽക്കം. ആദ്യമായിട്ട് ഇത്ര ലേറ്റ് ആയിട്ടൊക്കെ വെൽക്കം പറയുന്നത്. താങ്ക് യു. ചേട്ടൻ ഇത്ര നാളെ എവിടെയാണ്? ഇതാണ് 2.0. അടുത്ത വർഷം തൊട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞ 2.0. അടുത്ത വർഷം തൊട്ടോ? കുറെ ഗ്യാപ്പ് എടുത്തിട്ട് വരുന്നല്ലോ പറഞ്ഞത്. അല്ല, അടുത്ത വർഷം തൊട്ടിട്ട്. ഓക്കെ. പക്ഷെ ചേട്ടൻ നല്ല ചുള്ളനായിട്ടുണ്ട്. എപ്പോഴും കുറച്ച് കൂടുതലാ, കുറച്ച് ചുള്ളനായിട്ടുണ്ട്. ID The Fake ആണ് ഏറ്റവും പുതിയ വിശേഷം. ഓക്കെ, എന്താണ് എനിക്ക് തോന്നുന്നു ഫേക്ക് ID റിലേറ്റഡ് ആരുടെങ്കിലും ഒക്കെ ഫേക്ക് IDs ഒക്കെ വെച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ആണോ? ഇതുവരെ സഞ്ചരിക്കാത്ത ഒരു പാതയിലൂടെയാണ് ധ്യാൻ ചേട്ടൻ ഈ സിനിമയിൽ സഞ്ചരിക്കുന്നത് ഞാൻ അറിഞ്ഞു. അല്ലേ? ആ ടൈറ്റിൽ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സിനിമയായിട്ട് അതിന് ബന്ധമുണ്ട്. ഒരു പേരിട്ടില്ലല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഡീപ് ഫേക്കിങ്ങും പിന്നെ ഫേസ് സ്വാപ്പിങ്ങും അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ സൈബർ ക്രൈമിൽ ഇപ്പം ഭയങ്കര ഓപ്പറേഷൻ രാവിലൊക്കെ വിനായകൻ ചേട്ടൊരു ഏരിയ ഉണ്ടല്ലോ, വൈഫിന്റെ
ഒരു ഇതുമായിട്ട് വന്നിട്ട് ഒരു പുള്ളി ഒരു കേസ് ചെയ്യുന്നതും. അപ്പം അങ്ങനെ ഒരു കപ്പിള്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെ ഒരു ഇഷ്യൂ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നതും അവരതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നതും പിന്നെ അവർ രണ്ടുപേരും അതെങ്ങനെ ഓവർകം ചെയ്യുന്നതുള്ളതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഇതിവൃത്തം. അപ്പം അതില് എൻ്റെ വൈഫായിട്ട് ദിവ്യയാണ്. ദിവ്യ ഇവിടെ ഉണ്ട്. പിന്നെ സ്മിത ചേച്ചി, പ്രമോദേട്ടൻ, ഷാലു, ബാക്കി ഷാജോൻ ചേട്ടൻ, അങ്ങനെ ഒരാൾക്ക് നടന്മാരുണ്ട്, ആൾക്കാരുണ്ട്, പ്രശാന്ത് ചേട്ടൻ, ഇവരൊക്കെ എവിടെയൊക്കെയോ കറങ്ങി. അപ്പം ഇവരൊക്കെയുള്ള അത്യാവശ്യം എന്താ പറയണ്ടേ, ചെറിയ ത്രില്ലർ സ്വഭാവം ഉള്ള ഒരു സീരിയസ് ത്രില്ലർ അല്ല, സോറി സീരിയസ് സിനിമയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു ചെറിയ ത്രില്ലർ സസ്പെൻസ് എലമെന്റ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിനിമ. അപ്പൊ എന്തായാലും മോശം വരില്ല. അതെ, ട്രെയിലർ ഇപ്പൊ ഇവിടെ വന്നിട്ടായിരുന്നു കണ്ടത്. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞേ, ചേട്ടന് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചില സീൻസ് ട്രെയിലറില്. സിനിമയിൽ ഉണ്ടാവും. ഓക്കെ, ഇതില് ഇപ്പൊ ചേച്ചി പറയും. ചേച്ചി കുറെ നേരമായിട്ട് ഞങ്ങളോട് ഭയങ്കര കമ്പനി ആയിട്ടിരിക്കായിരുന്നു. ധ്യാൻ ചേട്ടനെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയല്ലേ, ഞാൻ മാറ്റി പറയാം. ധ്യാൻ ചേട്ടനെ കുറിച്ച് ഭയങ്കര കുറ്റം പക്ഷെ ഭയങ്കര പുകഴ്ത്തി പറയായിരുന്നു ധ്യാൻ ചേട്ടനെ കുറിച്ച്. കൊറേ ഫുൾ ധ്യാൻ ചേട്ടനെ കുറിച്ചായിരുന്നു സംസാരം. പറയൂ, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ മോനെ പോലെയാന്ന് ഏതോ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. പോലാണ്, അപ്പൊ മോനല്ലേ? ഓക്കെ, മകന് പറയണോ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ക്യാരക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജൻ ചേട്ടന്റെ വൈഫായിട്ടാണ്. ഞങ്ങള് അയൽവക്കക്കാരാ? ഞങ്ങള് അടുത്ത വീടാകുമ്പോ അടുത്ത വീട്ടില് എപ്പോഴും ഉണ്ടാവുമല്ലോ ജീവിതത്തിലോ തന്നെ സിനിമയിലോ തന്നെ അത്തരത്തിലുള്ളൊരു ക്യാരക്ടറൊന്നും ഇല്ലാത്തൊരു ഹൗസ് വൈഫാ. പ്രത്യേകിച്ച് പറയാൻ ഇവരിങ്ങനെ ശല്യം ചെയ്യുന്നതാണോ എപ്പോഴും? ഒന്നുമില്ല അല്ലേ? കൊടുക്കുന്നോന്നുണ്ട്, വന്നതാണ് ഒരു കോറം തയ്ക്കാൻ. ശരി, അതാണ് ഞങ്ങളുടെ സിനിമയില് കോറം തയ്ക്കാൻ സ്മിതന്റെ ആവശ്യമുണ്ട്. അയ്യോ, അതെ. ഇപ്പൊ ഞാൻ ഒരു മാസത്തിനിടെ 4 പടം ഇറങ്ങിയില്ലേ, 4-5 പടം. അതങ്ങനെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. മുല്ലപ്പൂവിനേക്കാളും ഉണ്ട് ഇപ്പൊ. ഇല്ല, ഈ അടുത്ത വർഷം കുറവായിരിക്കും. പക്ഷെ കണ്ണടി ധ്യാൻ ചേട്ടൻ അയ്യോ അല്ല, അതിൽ മാത്രമൊന്നും അല്ല. ഈ പടം കഴിഞ്ഞ മാസത്തിൽ എത്ര പടം ഇറങ്ങി? അതല്ലാതെ അന്വേഷണത്തിന്റെ സോൾ സ്റ്റോറീസ്. അതിനെക്കാട്ടിലും കുറച്ച് 2 കാര്യം കണ്ട് മോനറിയാം. പിന്നെ നിങ്ങൾ തമ്മിലൊരു മത്സരമാണ്, കോമ്പറ്റീഷൻ. ഞങ്ങൾ തമ്മിൽ മത്സരമില്ല. മക്കള് വളരണമെന്ന് അമ്മമാര്, അമ്മ വളരണം മക്കളും ആഗ്രഹിക്കും. അത്രേ ഉള്ളൂ. ഇവരുടെ ലെവലിൽ പോവാതെ മനസ്സിലായ ഞങ്ങളുടെ മനസ്സിലായി. വിഷമ എനിക്ക്. ചേട്ടൻ പറ, ചേട്ടോ, ചേട്ടൻ ഇതിൽ ക്യാരക്ടർ വില്ലനാണോ അങ്ങനൊന്നുമല്ല, പാവാണോ? കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടർ. വില്ലനൊന്നും പറയാനൊന്നുമില്ല. ഞങ്ങൾ തമ്മിലൊരു സീനാണ്. ഒരു സുപ്രധാന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നാവുന്ന ഒരു ക്യാരക്ടർ. കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അതിലാണ്. അതിനുശേഷം ഇപ്പൊ 3 പടം, എല്ലാം കൂടെ 3 ആയി. കഴിവുള്ള നടനാണ്. കഴിവുള്ളതുകൊണ്ട് പുള്ളിയുടെ കഴിവ് എന്ത് ചെയ്താലും ചേട്ടൻ നല്ല രസമുള്ള ഇത് നമുക്ക് കാണുമ്പോൾ നമുക്ക് പലയിടത്തും നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ അവരുണ്ടാകുന്ന മാനസിക വ്യഥ, അത് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു വ്യഥ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ സിനിമ കാണണം. അതാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത പണികൾ കാണിക്കുന്നവർ ഇത് കണ്ടാൽ മോശമാണല്ലോ. ഇത് ഇവർക്ക് അപ്പോഴത്തെ ഒരു അല്ലെ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയോ അല്ലെ അവരുടെ ആ സമയത്ത് ഒരു സന്തോഷത്തിന് വേണ്ടിയോ
ഇടുന്നത്. നമ്മൾ കമന്റ് ഒക്കെ ഇടുമ്പോഴാണല്ലേ ചിലരൊക്കെ വളരെ മോശം, നമ്മൾ എൻ്റെയൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് ഇടും. അപ്പോൾ അവർ ആ രസത്തെ ആ ടൈമിൽ മാത്രമല്ല അതേക്കുറിച്ച്, പക്ഷെ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു. ഞാൻ മിക്കപ്പോഴും എൻ്റെ ഈ കമന്റുകളൊക്കെ വായിക്കും, വൈഫ് ഉണ്ടാവും, വായിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചാൽ എന്നെ അച്ചാന്നുള്ളത് ഇതൊക്കെ നമ്മൾ എന്നാ ചെയ്തത് നമ്മളോടൊക്കെ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ പോലും കാണാത്തവരാ നമ്മളൊക്കെ ഏതാ ഈ ഊളാന്നൊക്കെ പഠിച്ചത്. ഒരു നട്ടമില്ല അവന്റെ ജീവിതത്തില്. നമ്മളെ വൈഫൊക്കെ ചെറിയൊരു നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, അവർക്ക് ഇങ്ങനെയുള്ള സിനിമയുടെ ഇതൊന്നും അറിയാൻ പാടില്ല. എന്ത് വളരെ വിഷമത്തോടെ പറഞ്ഞത് നമ്മൾ എന്നാ ചെയ്തിട്ടാ, നമ്മള് ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളോട് ഇതൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ളവരത് കാണും, നമുക്ക് പ്രയാസമുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒക്കെ നമുക്ക് മനസ്സിലാവും. നിനക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇതുപോലത്തെ ഫേക്ക് ഐഡി എന്നുള്ള തെറിവിളികളും? ശരിക്കും തീർച്ചയായും മനുഷ്യരായതുകൊണ്ടുണ്ടാവില്ല. പണിയില്ലേ, എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ, നീ ആരാ നിന്റെ വിചാരം? പിന്നെ അങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഇവര് കട്ട് ഞാനും ബേസിലും കൂടെ ഉള്ള ഒരു ഇതിന് വീഡിയോ ഞാൻ ഇങ്ങനെ ഇതപ്പോ ഇവിടെ ഇത്തിരി ഒന്ന് ഇത് ചെയ്ത് സാരി ഞാൻ ഇത് ചെയ്തതല്ല, അതുവരെ ഇതെടുത്തിട്ട് എന്തോ ഒരു കമന്റ് ഇടുന്നത്. ഭയങ്കര സീനാ. നമ്മള് സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേക ഇതുണ്ട്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും. ഇപ്പൊ ഈ ഡ്രസ്സിന്റെ അടിയിൽ തന്നെ വരാൻ പോകുന്ന കമന്റ്സ് എനിക്കറിയാം, പക്ഷെ പറയാൻ ഞാൻ സാരി അമ്മ കൊടുത്ത സാരി കൊടുത്ത് ഞാൻ ബേസിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ അറിയാതെ എന്തോ മുടി വെച്ച് കൈ പൊങ്ങിയപ്പോ ഒരു തൊള്ളി കണ്ടതിന് എന്തോ അമ്മയ്ക്ക് അത് നമ്മളെ അമ്മമാരുള്ള വീട്ടിലെ മക്കളല്ലേ ഇതൊക്കെ എഴുതുന്നത്, അതൊക്കെ ഓർക്കും നമുക്ക് സങ്കടം തോന്നും. അവരുടെ വീട്ടിലുള്ള ലേഡീസിന്റെ അവസ്ഥ അതാ ഭയങ്കര സങ്കടം തോന്നും നമുക്ക്. എന്തോ ഇങ്ങനെ അതൊരു മാനസിക രോഗമാണ്, അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ ഇത്രയും 9 സിനിമ ഇറങ്ങിയാലും തന്നെ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റിലേക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ കാല് എന്ന് വെച്ചാൽ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഭയങ്കര ഓളം സൃഷ്ടിക്കാൻ പോകുന്ന സീനുകളാണ്. ഷക്കീലയുടെ കാലല്ലോ കാണിക്കുന്നത്. ഫുൾ ഫിഗർ അതായിരിക്കും. വില്ലനല്ലേ? ഇതില് വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. ആളുടെ ഒരു രീതി വെച്ചിട്ട് ജീവിതം വെച്ചിട്ട് അങ്ങനെ ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാ സിനിമയിലും വില്ലനായിട്ട് കളിക്കണമെന്ന് വിചാരിക്കുന്നതല്ല. എല്ലാത്തിലും ഒരു ക്യാരക്ടറിന്റെ എൻഡ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അവന്റെ മാനസികാവസ്ഥയും കൂടി അവൻ ആ ക്യാരക്ടർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്താണെങ്കിലും ആളുടെ സ്വഭാവവും ആളുടെ ഒരു ക്യാരക്ടറും വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ധ്യാൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിങ്ങനെ, ഓപ്പോസിറ്റ് ആയിട്ടെന്നല്ല, ആ ചെയ്യുന്നതൊക്കെ ശരിയായിട്ടുള്ളോ ആണോ അല്ലയോ എന്നൊക്കെ ഒരു തോന്നൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. തന്റേതല്ലാത്ത കാരണത്താൽ വില്ലനായി പോയി. ഇല്ല, പക്ഷെ സോൾ സ്റ്റോറീസിനകത്ത് സോൾ സ്റ്റോറീസിനകത്ത് ഡീസന്റ് ക്യാരക്ടർ ആയിരുന്നു. സോൾ സ്റ്റോറീസ് ഞാനും ഉണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ മനസ്സിലായി, ഉമ്മ കൊടുക്കുന്ന ഫ്രണ്ട് അല്ലേ? അതെ, നല്ല പോയിന്റ്, ഓർത്തിരിക്കാൻ പറ്റിയ പോയിന്റ്. അല്ല, പക്ഷെ അതിനകത്ത് ക്യാരക്ടർ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. വില്ലൻ അല്ലല്ലോ, പേടിക്കുന്ന, വീട്ടിലെത്തുമ്പോ കുറച്ച് പേടിയോ ഇല്ലേ? അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പൊതുവെ നിനക്ക് പ്രത്യേകതരം ക്യാരക്ടേഴ്സ് നിനക്ക് വേണ്ടി അതെ ഇതെങ്ങനെ ക്യാരക്ടേഴ്സ് സ്വയം ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ മതി എന്നാണ്. ധ്യാൻ ചേട്ടൻ എനിക്കൊരു പടം തന്നിട്ടുണ്ട്. ബുള്ളറ്റ് ഡയറീസിൽ ധ്യാൻ ചേട്ടനാണ് എന്നെ വിളിച്ചത്. അതിനുശേഷം ത്രയം ചെയ്തു, അതിനുശേഷം പിന്നെ ഈ പടം ചെയ്തു. നമ്മളൊന്നും വിളിക്കാതെ അല്ല, ധ്യാൻ ചേട്ടൻ ബുള്ളറ്റ് ഡയറീസ് മാത്രമേ ഈ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്ത് എന്റെ രാശി ശ്രീനേട്ടനും ധ്യാനോട്ടനുമാണ്. നിങ്ങൾ നോക്കി കണ്ട് നിന്ന് നിങ്ങളെ ഞാനത് എന്റെ പണി ശരിയാക്കി നീ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഞാൻ നല്ലോണം ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ വേർഷൻ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിന് ശേഷം നിനക്ക് മാറ്റം ഉണ്ടെന്ന് ഞാനും പറഞ്ഞു, പലരും പറഞ്ഞു അല്ലേ? ചേട്ടനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അത്ര നല്ല ചേട്ടൻ, ഭയങ്കര അലമ്പായിരുന്നു. ഇതായിരുന്നെങ്കിൽ പണ്ടായിരുന്നേ. മാറ്റമുണ്ട്, മാറ്റമുണ്ട്. ഞാൻ പൊക്കോട്ടെ, ശരി, ഞാൻ പൊക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ.
ഇല്ല ഞാൻ പോയിക്കോട്ടെ. ശരിയായി അല്ല കള്ളം പറഞ്ഞാന്ന് പറഞ്ഞത്. ഞാൻ എടുക്കുന്ന തനി സ്വഭാവം പുറത്തു വരും. ശരി ബാക്കിയിലേക്ക്. നമ്മള് ഈ സിനിമ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ പറഞ്ഞത് എനിക്കും പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അയ്യോ വേണ്ട, ഇനി കാണാത്ത ആൾക്കാരുണ്ടോ? അല്ല, എനിക്ക് ഒരു ദിവസം എന്റെ ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. എന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു പുള്ളിയ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നാട്ടുകാരൻ. ഇൻസ്റ്റയിൽ ഇങ്ങനെ എനിക്ക് മെസ്സേജ്, ഞാൻ അങ്ങനെ ഫോൺ ചെയ്ത് എടുക്കാറില്ല. ഈ പുള്ളി എന്നെ വിളിച്ചോണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലേ കാണുള്ളൂ. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു കോൾ എടുക്കുക അർജന്റാന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് 2-3 പിക്ചേഴ്സ് അയച്ചു. അത് ആ ടൈമിൽ ഈ AI സാധനങ്ങൾ ഭയങ്കര എന്താ പറയാ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം, എല്ലാവരുടെയും ഡീപ് ഫേക്ക് സാധനങ്ങളൊക്കെ ഇറങ്ങുന്നു. അങ്ങനെ എന്റെ 2-3 പിക്ചേഴ്സ് ഞാൻ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത അതേ പിക്ചർ ഇവർ ഡീപ് ഫേക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ന്യൂഡാക്കിയിട്ട് ഈ പുള്ളിക്ക് കിട്ടിയെന്ന് ഏതോ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന്, അവൻ എന്തിനാ ഗ്രൂപ്പിൽ കയറുന്നത് എനിക്കറിയില്ല, പക്ഷെ ആ ഗ്രൂപ്പ്സിൽ നിന്ന് ഇങ്ങനെ കിട്ടി. അതെനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ഞാൻ അത് കണ്ടപ്പോ ആക്ച്വലി കൊള്ളാം, എന്ത് ചെയ്യാനോ, പക്ഷെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ എന്റെ പിക്കും ആ പിക്കും കൂടി ഞാൻ അയച്ചു കൊടുത്തു. ഈ പിക്കിന്റെ കോപ്പിയാണിത്, എന്റെ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ 2-3 ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അയക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് അത് ക്ലിയർ ചെയ്തു. അങ്ങനെ എനിക്ക് അന്ന് ആക്ച്വലി ഭയങ്കര, നമുക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം ഫേക്ക് ആണ്. പക്ഷെ അങ്ങനെ നമ്മളൊരു സാധനം ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര സീനാണ്. പിന്നെ മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നു രശ്മികയുടെ ഒക്കെ കുറെ വന്നിറങ്ങിയപ്പോ പിന്നെ മനസ്സിലായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമ്മള് പോലീസിനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അറിയില്ല ഇതിന്റെ സോഴ്സ്. സൈബർ ക്രൈമിന് എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു കിട്ടണില്ല. അത് 2-3 ഇൻസ്റ്റൻസ് ഞാൻ കുറ്റമായിട്ട് പറയല്ല, പക്ഷെ കിട്ടുന്നില്ല. കിട്ടും അതിന് കറക്റ്റായിട്ട് നമ്മളതിന്, കാരണം പലരും ഇതിനെ എത്ര പേര് റിപ്പോർട്ട് ചെയ്യുന്നു എത്ര ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പിന്നെ കിട്ടുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ട്രാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഇന്നത്തെ ഇതിനകത്ത് അത്ര മോശമാണോ സൈബറൊക്കെ? ഇവിടുത്തെ എല്ലാം ട്രാക്ക് ചെയ്യാനും എല്ലാം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള കിട്ടും. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട്, കാരണം ഇതൊക്കെ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവും ഇതൊക്കെ ഫേക്കാന്നുള്ളതൊന്നും. പക്ഷെ കാണുന്ന ഒരു വ്യക്തി നമ്മളോട് അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ ഇതായിട്ടുള്ളവരോ അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിപ്പിക്കാനായിട്ട് മനസ്സിൽ അവര് ഭയങ്കര ഷെയർ പോകും. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഷെയർ അറിഞ്ഞതെ അവളുടെ അങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്കിങ്ങനെ ഓരോന്ന് വന്ന് അയച്ചു തന്നിട്ട് വരും. അപ്പൊ ഞാൻ ചോദിക്കും ഒത്തിരി നല്ല ഇതിങ്ങനെ മോശമായിട്ടുള്ളത്, എന്നാലും എന്തെങ്കിലും നെഗറ്റീവ് വരുന്ന ഇതൊക്കെ അയച്ചു തരും. ഞാൻ പറയും ഒത്തിരി നല്ലതുണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് കണ്ടിട്ടില്ല, അതൊന്നും അയച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെയുള്ളത് മാത്രം നമുക്ക് അതൊരു സന്തോഷം, അവരുടെ സമാധാനത്തിന് വെച്ചിരുന്ന ഇത് കണ്ടോ ഇതിന് നല്ലതുണ്ട്, അതെന്താ കാണിക്കാത്തെന്ന് ചോദിക്കും. ആൾക്കാർ കൂടുതൽ നെഗറ്റീവ് സാധനങ്ങളാണ്. അല്ല ഇത് നമ്മളെ ഡേ ടു ഡേ ഇങ്ങനത്തെ 100,000 1-2 ഒന്നല്ല, നമുക്ക് ഇങ്ങനെ എണ്ണി പറയാൻ പറ്റാത്ത എത്രയോ സംഭവങ്ങളുണ്ട് ഇതേപോലത്തെ. ഡെയിലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ AI കൂടെ വന്ന സമയമാകുമ്പോഴേക്കും ഇപ്പൊ എന്ത് വേണമെങ്കിലും ആര് സംസാരിക്കുന്ന പോലെ നമുക്ക് മുഖം മാറ്റിയിട്ട് നല്ല സംസാരിക്കുന്ന വോയിസ് അടക്കം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതിന് നമുക്ക് നമ്മുടെ നമ്മളുടെ ഇതില്ലാതെ ഇങ്ങനൊക്കെ വരുന്നതിനൊന്നും ചെയ്യാൻ ഉണ്ട്. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കുറച്ച് മുന്നേ വിരാട് കോഹ്ലി, ആമിർ ഖാൻ അല്ലെങ്കിൽ രൺവീർ സിംഗ് ഇവരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ വന്നിട്ടുള്ള വോയിസ് അവർ സംസാരിച്ച സാധനം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇതിനൊക്കെ. അപ്പം ചില സാധനങ്ങൾ നമ്മൾ പറയാത്തതൊക്കെ നാളെ ഭാവിയിൽ നീ പറയാത്തതൊക്കെ പോലെ AI-ന്റെ കാലമൊക്കെ വരാൻ പോണം. ഒന്നും പറയാൻ പറ്റില്ല. നാളെ AI-ലൊരു സിനിമ വേണ്ടിയൊക്കെ ഉണ്ടായിരുന്നു വരാം. ഒരു പെൺകുട്ടി അല്ലെ, ആ പെൺകുട്ടി റിയൽ അല്ല, ഉണ്ടാക്കിയെടുത്ത് AI-ൽ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പെർമിഷനോടല്ലേ നമ്മുടെ എന്ത് ID വോട്ട് ചെയ്യണേലൊക്കെ. അതുപോലെ നമ്മുടെ ഒരു ഫേസിന്റെ ഇത് വരുന്നത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എന്ത് ഇതായിട്ട് ടാഗ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാൻ പറ്റുന്നത് മനസ്സിലായില്ലേ? അല്ലടാ അങ്ങനെ ഒരു ഇത് വരത്തില്ലേ, മനസ്സിലായോ? പെർമിഷൻ വേണം നമ്മുടെ പെർമിഷൻ. ഇന്നത്തെ കാലത്ത് ആരാ നോക്കുന്നത്? അല്ല അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങളെ ബുദ്ധിജീവികളെന്ന മാറി നിങ്ങൾ ബുദ്ധിജീവികളെന്ന് മനസ്സിലായി പറഞ്ഞു മനസ്സിലായില്ല. അല്ല എന്നെ എങ്ങനെ കൂട്ടാൻ പറ്റി? ഞാനില്ല, ഞാൻ ഇവിടെ ഉള്ളു. എനിക്ക് ഈ ബുദ്ധിയാണ് ഇഷ്ടം, ജീവിക്കണം. അല്ല ഞങ്ങൾക്ക് ഇത്തിരി കിട്ടുബുദ്ധി, അതാ എനിക്കിഷ്ടം. ഇനിയുള്ള കാലത്ത്
ഇതുപോലത്തെ പലതും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഇവരെത്രത്തോളം മുന്നിലോട്ട് പോകുന്നു അതുപോലെ തന്നെ സൈബറും അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളും കുറച്ചുകൂടെ ഇതായി കഴിഞ്ഞാൽ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഇത് അപ്പപ്പോ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നീ അന്ന് പോസ്റ്റ് ഇടാനും കാരണം നിനക്ക് ഇത് ക്ലിയർ ചെയ്യണമായിരുന്നു, ഒരു ക്ലാരിറ്റി വരുത്തണമായിരുന്നു. പ്ലസ് കാരണം കുറെ ആൾക്കാർ ഇത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ നമ്മള് സ്റ്റോറി ഇട്ടപ്പോഴേ അറിയാത്ത ആൾക്കാരിലേക്ക് എത്തി. അപ്പൊ എന്താ ചേട്ടാ എനിക്ക് അങ്ങനെ അത് വേറെ നിയമം കുറച്ച് സ്ട്രോങ് ആകുമ്പോൾ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തൂക്കിക്കൊല വന്നില്ലേ, ഒരാളെ കൊന്നതിന് തൂക്കിക്കൊന്നില്ല, പിന്നെ ആരും കേട് തരുന്നില്ല, പിന്നെ ആളുകൾ കൊല്ലുക. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടോ? പുറത്ത് പോയിട്ടില്ലേ? വിദേശത്ത് പോയിട്ടുണ്ട്. ആ ചോദ്യം എന്തോ വേറെ ഇതാണ്. ശരിയല്ല, ചെറിയ നിസ്സാര കാര്യമാണ്. നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങുക, ഒരു ചൂങ്ങിയ വൈകാൻ നിങ്ങൾ പൂന്നു പലക്ക വെള്ളം കുടിച്ചിട്ട് ആ വഴിയിലോട്ട് ഇടുക ഇല്ല. പക്ഷെ നമ്മുടെ സ്വന്തം നാടായി നമ്മുടെ കേരളത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ചവറാവാദികൾ ഫോണിലോട്ട് ഇടും. ഞാൻ പറഞ്ഞ പൊതുവെ പൊതുവെ ആൾക്കാർ ചെയ്ത് നമുക്ക് സ്ട്രോങ് ഭയമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവിടെ നമ്മൾ ഭയക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ഇതൊക്കെ ഒരു ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം രീതിയിൽ അവയർനെസ്സും ബോധവൽക്കരണം കൂടിയാണ്. കാരണം ഇതൊക്കെ ചെയ്യുന്ന ഒരു കുറെ ആൾക്കാരുണ്ടല്ലോ. കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളും പറഞ്ഞിരുന്നു എന്ന് പറയും. പിന്നെ അവനവന്റെ ഉണ്ടല്ലോ, ഇത് ചെയ്യണോ, ഇത് ശരിയല്ല, ഇത് മോശമാണെന്നുള്ള അങ്ങനത്തെ ചിന്തയൊന്നും പലർക്കും ഇല്ല. ഒരാളെ ചീത്ത വിളിക്കുമ്പോ അവൻ എന്തോ ഒരു സുഖം കിട്ടുന്നു, അതെനിക്ക് മനസ്സിലായിരുന്നില്ല. ഓളാ അതിനൊക്കെ ഒരുത്തിന് താഴെ പിന്നെ ഈ കമന്റ് ഇടുന്നവന്മാർക്കിടയിൽ അടിയുണ്ടോ. അത് ഏറ്റവും വലിയ ഇപ്പൊ എന്നെയൊക്കെ സ്ഥിരമായി ചീത്ത വിളിക്കുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അറിയാവുന്ന നമ്മളെ ആൾക്കാരുണ്ട്. അവരൊക്കെ അപ്പൊ എന്റെ താഴെ ഒരുത്തൻ ചീത്ത വിളിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുത്തൻ വരും. നീ അവനെ എന്നെ പറയാന്നോണ്ട് വരും. അപ്പൊ അവനെ ഇവനും തമ്മിൽ നീ അവനെ ഇവനും തമ്മിൽ ഞാൻ നിങ്ങൾ എന്തിനാ അമ്മയ്ക്ക് അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എനിക്ക് വേണ്ടി അപ്പൊ അവൻ അതിനേക്കാളും വെച്ചാ ഇവനും അവനും തമ്മിൽ ആക്ച്വലി എന്താ വ്യത്യാസം? കാരണം സപ്പോർട്ട് ചെയ്ത് വരുന്നവന്മാരും കണക്കാം പലപ്പോഴും. സപ്പോർട്ട് സോറി ഗൈസ്. പക്ഷെ എന്താ അറിയോ, AI വെച്ചിട്ട് വേറൊരു പ്രശ്നമുണ്ട്. നമ്മള് ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അത് തെറ്റാ, ഉടനെ പറയല്ല അത് എന്റെ അല്ല അത് ഏയാന്നും പറയാം. അയ്യോ അത് പക്ഷെ ഏതോ ചെയ്യാൻ അറിയാത്തവനാ ചെയ്ത കണ്ട മനസ്സിലാവും ഫേക്ക് ആണ്. പിന്നെ എന്റെ നന്നായി ചെയ്യുന്നവരും കൊടുക്കുന്നല്ല ഏതായാലും വൃത്തിക്ക് ചെയ്യാൻ മേലായിരുന്നു. ചേട്ടാ ഇങ്ങനെ സീരിയസ് കറുപ്പും ഇതൊരു മറയാണ്. സാധാരണ ആളെക്കാട്ടും ഇന്ന് സ്കോർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ സ്കോർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോ കാണിച്ചത് എല്ലാരും അല്ല അതെ ഇതൊക്കെ നമുക്കറിയാവുന്ന ഒന്നുകൂടി കാണാം. ഞാൻ എന്നെ ഇറക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഇനി കയറ്റാൻ പാടുന്നത് പിന്നെ വന്നിരിക്കണോ? പുള്ളിക്ക് ബ്രഹ്മാണ്ടമാണ്. ഞാനില്ല പടം മുന്നോട്ട് പോകത്തില്ല, അതെനിക്ക് പുള്ളിക്ക് 100 കൈ കിട്ടിയ 10 ഞാൻ നിങ്ങളുടെ വീഡിയോ തന്നെ അത് നിങ്ങൾ പടം കണ്ടായിരുന്നോ? ദുൽഖറിനെ കാണിച്ച കൈ അടിച്ചായിരുന്നോ? എന്നെ കൊല്ലാൻ വരുമ്പോഴാണ് കാണിച്ച ദുൽഖറിനെ. ഈ 10 എടുക്കാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ഇവരാണ് കൊന്നത്, ഇവരാണ് എന്നെ ഇറങ്ങിയിട്ട് ഇവർ തന്നെ മാറ്റിക്കോളും. ഒരിക്കലും അങ്ങനല്ല പറഞ്ഞത്. ദുൽഖറിന് 100 കൈ കിട്ടിയിട്ട് 10 എടുക്കുക പറഞ്ഞാൽ പുള്ളി എന്നെ കൊല്ലാൻ വരുന്നതാണ് പുള്ളി കാണിക്കുന്നത്. ദുൽഖറിനെ കാണിക്കുന്നത് തിയേറ്റർ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും പടം കാണിച്ച എല്ലാ തിയേറ്ററിലും കൈ അടിച്ചു ദുൽഖർ. അപ്പൊ ഞാൻ വരുന്നതിന് എന്നെ കൊല്ലാൻ അതാ 10 എടുക്കുന്നു പറഞ്ഞത്. എനിക്കുള്ളതല്ലേ അത്രേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ എടുത്തു 11 എടുത്തു. ഇൻട്രോ സീനില്
വരുന്ന കൊല്ലാൻ വേണ്ടി വരുന്ന വെറുതെ ഒരാളൊക്കെ അങ്ങനെ അതല്ലേ അതെന്താ പറഞ്ഞത് എന്നെ തല്ലാണ്ട് തലയോട് കയറുമ്പോ അത് ഓർക്കണമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ അനാവശ്യമായിട്ട് ആരെ ഇറക്കിയേറ്റാൻ പാടില്ല. അതൊന്നും എനിക്ക് ഇത്ര ടൈം എടുത്തു വേറൊരു കാര്യം ഞാൻ പറയാം. ആ സിനിമയുടെ അതേ കുറിച്ച് ചോദിച്ചപ്പം ഞാൻ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, തർക്കിട്ടില്ല, ഇങ്ങനെ പറയണ ഞാൻ കുഴപ്പമില്ല, ഇങ്ങനെ വരുന്നു, കുഴപ്പമില്ല, ദുൽഖറുണ്ട്. എനിക്ക് 5 ദിവസം ഭക്ഷണം തന്നാണ്, ഞാൻ ആ പറഞ്ഞ പൈസ എനിക്ക് തന്നാണ്, എന്നെ അവർ എല്ലാ രീതിയിലും ട്രീറ്റ് ചെയ്താണ്. ആ സിനിമ വന്നിട്ട് എങ്ങനെ അപ്പൊ അത് കൊടുക്കാം, അതിനല്ലേ എന്നെ വിളിച്ചിരുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഐഡിയുടെ കാര്യത്തിൽ എന്നോട് ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ ഞാൻ പറഞ്ഞു. അല്ലാതെ പറയണം, അല്ലാതെ ഞാൻ എങ്ങനെടാ കുഴപ്പമില്ല അത്രേ ഉള്ളു. അല്ലാതെ വേറെ യാതൊരു ദുർദ്ദേശങ്ങളും പറഞ്ഞല്ല, ഒരു ദുർദ്ദേശവും പറഞ്ഞല്ല. നമ്മളുള്ള കാര്യം എന്റെ ഇത് എനിക്ക് പറയാൻ നോക്കോ, ദുൽഖറിന്റെ ഇന്റർവ്യൂ ആണ് എന്നെയാണ് വരുന്നത്, ആ ഇന്റർവ്യൂ പറയാൻ നോക്കും. അപ്പൊ പിന്നെ നിലവാണ പോലും എന്റെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വരികയല്ലേ. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചേട്ടൻ പറഞ്ഞില്ലെങ്കിലും ആ പടത്തിന് അല്ലെങ്കിൽ ഭയങ്കര പ്രതീക്ഷ എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ്. മനസ്സിലായില്ലേ? ആ സിനിമ ദുൽഖറിന്റെ എന്ന് വെച്ചാൽ കുറെ ഗ്യാപ്പിന് ശേഷമുള്ള വലിയ സിനിമയാണ്. സ്വാഭാവികമായിട്ടും എക്സ്പെക്ടേഷൻ ഭീകരമാണ്. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ആ എക്സ്പെക്ടേഷൻ നാച്ചുറലി ഉണ്ടാവും. അവിടെ തീർന്നു. ഒരു കാര്യം അന്ന് ഞാൻ എയറിൽ കയറിയെങ്കിലും അന്ന് തന്നെ ഞാൻ ആ നാടകത്തിലെ ഒരു ഡയലോഗ് നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇത്ര 28 വർഷം നാടകം കളിച്ചതിനെക്കാട്ടിൽ മൈലേജ് ആയിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് മാനസിക വിഷമം ഉണ്ടാക്കി അന്ന് പിന്നെ ഭയങ്കര പ്രശ്നമാക്കി. ഒത്തിരി പേരെന്നെ വിളിച്ച് മോനൊക്കെ സ്കൂളിൽ ചെന്നപ്പോഴൊക്കെ അവനെപ്പോഴും പറഞ്ഞ് കളിയാക്കും, കൈയടിയുടെ ആൾ വരുന്നു പറഞ്ഞോണ്ടേ. ഞാൻ പറയുന്നത് കുഴപ്പമില്ല, കഴിഞ്ഞ് പറയാം. അങ്ങനെ എന്നെ കുറിച്ച് പറയുന്നില്ലെന്ന് ചോദിച്ചു. മോശമല്ലല്ലോ പറയുന്നത്. ഞാൻ ഒരു സിനിമ അല്ല, അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ആ നാടകത്തിലെ ഒരു ഡയലോഗ്, ഒരു 101 വയസ്സുകാരൻ്റെ ഒരു സീൻ ഞാൻ അത്. പക്ഷെ ഇതിനെക്കാട്ടിൽ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്തായിരുന്നു എനിക്ക് ജീവിതത്തിലും. എല്ലാവരും സിദ്ദീഖ് സാറൊക്കെ എന്നെ വിളിച്ചു നേരിട്ട് സംസാരിച്ചു. അത് ഞെട്ടിപ്പോയി. അവരൊക്കെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാൻ ഞാനാരാ അവരുടെ വിളിച്ച മോനേടാ ഗംഭീരമായിരിക്കും പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. 101 വയസ്സ് നാടകത്തിൽ അഭിനയിച്ച് തീർത്ത വേഷമാണ്. അപ്പൊ അതിനും ഒരു താങ്ക്സ്. അതെ, നമ്മൾ എന്തായാലും ക്ലിയർ ആണ്. പറയാൻ പറ്റിയല്ലോ, ഇതേ ചാനലിൽ തന്നെ പറയാൻ പറ്റും. അതെ, ഞങ്ങളാണ് എല്ലാത്തിനും ഓക്കെ. ഇപ്പം റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ കുറച്ചുകൂടി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴേ അതുപോലത്തെ ഒരു സെയിം കാറ്റഗറി റോൾസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഇതിലാണെങ്കിലും ഭയങ്കര ഒരു അല്ലേ? ഇല്ല, ഞാൻ ഇനിയിപ്പോ ഇറങ്ങാനുള്ള സിനിമകളിൽ ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ഗോഡ്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടൊരു സീരീസാണ് ചെയ്തേക്കുന്നത് ഹിന്ദിയിൽ. അതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അല്ല ചെയ്തേക്കുന്നത്. പിന്നെ ഈ വലയം എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. സോ അതും നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ അല്ല, അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രദർ റോബോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ ക്യാരക്ടറാണ്. അപ്പോ വരുന്നത് ഇപ്പൊ തൽക്കാലം വരുന്നത് ഐ മീൻ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഇതൊക്കെ ഇതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു കുറച്ച് നാളായി ഈ പടം ചെയ്തിട്ട്. അപ്പൊ ഇനി വരുമ്പോഴത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സ് നല്ലതാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ചെയ്യാന്നുള്ളതാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ചെയ്യേണ്ട വിഷയം. അത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് വരും നെഗറ്റീവ്. ചോറിനകത്ത് വിഷം കലക്കി എന്റെ ദൈവം, എനിക്കൊക്കെ നെഗറ്റീവ് ചോറിനകത്ത് വല്ല കറിക്കകത്ത് വിഷം കലക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും എന്നാ പറഞ്ഞത്. അവിടുന്ന് മോചനം കിട്ടൂല്ലോ. വിഷം കലക്കി കൊടുക്കും, അതിന് ചോറ് കാണും. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കുറെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്തല്ലോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കുറിച്ച് തന്നെ കേട്ടിട്ട് ചിരിച്ചു പോയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? നെഗറ്റീവ് ഒക്കെ വായിച്ചിട്ട് ചിരിക്കാറുണ്ട്. പിന്നെ ഇതാവില്ലേ? എനിക്കൊക്കെ വിഷമമാണ്. മറുപടി കൊടുക്കുമ്പോഴേ നമ്മൾ വിഷമിച്ചൊന്നോ അല്ലാതെ മറുപടി കൊടുക്കുമ്പോഴേ നമുക്ക് അത് ഫീൽ ചെയ്ത് അവന് തോന്നത്തുള്ളൂ. മിണ്ടായിരിക്കാൻ കുഴപ്പമില്ലല്ലോ. ഞാൻ മിണ്ടാതിരിക്കും, പക്ഷെ എന്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. ഞാൻ പെട്ടെന്ന് അറിയുന്നതാണോ ചേട്ടൻ അറിഞ്ഞൂടെ? എന്നാ പിന്നെ ഇത് വായിക്കാതിരുന്നാ പോലെ. എനിക്ക് ഭയങ്കര ടെൻഡൻസി എന്താ കമന്റ്. ഞാൻ ആരെങ്കിലും നല്ലതെന്തെങ്കിലും ഇടുന്നുണ്ടോന്ന് അറിയാൻ
വേണ്ടി നോക്കുന്നത്. അങ്ങനെ ഉറപ്പുള്ള കാര്യത്തിന് അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും കമന്റ് നോക്കണം. നിങ്ങൾ നല്ലതല്ല പറയണം. ഇല്ലാന്ന് ഉറപ്പുള്ള സാധനത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഇപ്പൊ അങ്ങനെ ഒരു 10 പേര് നല്ലത് പറഞ്ഞു, ഒരു 20 പേര് തെറിയും പറഞ്ഞു. ആ തെറി പറഞ്ഞതല്ലേ നിന്നെ നിനക്ക് അപ്പൊ സന്തോഷം. 10 പേരുടെ പറഞ്ഞ് നല്ലത് പറഞ്ഞു വെച്ചാൽ നീ സന്തോഷിക്കോ, 20 പേര് തെറി ആലോചിച്ച് നീ വിഷമിക്കോ? നീ തെറി ആലോചിച്ച് വിഷമിക്കുള്ളൂ. അതിപ്പോ നോക്കണ്ട. പക്ഷെ ഓക്കെ, താങ്ക് യു. ചേട്ടനായിട്ട് എടുത്തിരിക്കുന്നത് ഇല്ല, കഴിഞ്ഞില്ല. ഞങ്ങൾ എണ്ണീക്ക് പോകും. ഇല്ല, 2.0 എന്ന് പറയുമ്പോഴേ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറയുമ്പോ കുറെ എന്നെ എയറിലാക്കാനുള്ള വെറുതെ ഓരോന്ന് അടിപൊളി സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഉജ്വലൻ, ദിലീപേന്റെ കൂടെ ബബബ, പ്രിൻസ് ആൻഡ് ദി ഫാമിലി. എന്താണ് ഉജ്വലനൊക്കെ വെച്ച് സോഫിയ പോൾ മാമിന്റെ ഒക്കെ ഒരു എന്താ നെടുവീർപ്പിടാൻ എന്താ പറ. ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് ഉജ്വല സിനിമ ആയിരിക്കും. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എന്നാലും പറ, എന്താണ് എക്സ്പെക്ടേഷൻ? ഉജ്വലൻ അടുത്ത 2 ദിവസം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും. സിജു ഉണ്ട്, കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് പടത്തിൽ. സോഫിയ ചേച്ചിന്റെ പടം. സ്വാഭാവികമായിട്ടും അവര് ഒരു സിനിമ, എന്നെ വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരു സിനിമ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ പ്രീവിയസ് സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഹിറ്റ് അത്യാവശ്യം നോക്കി കണ്ടും. ഇല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന പ്രൊഡക്ഷനാണ്. എന്നെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ വിശ്വസിച്ചെങ്കിലും അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞ ബബ്ബ അടുത്ത വർഷം ഓണത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ പടം. അപ്പോ അത് പിന്നെ പ്രിൻസ് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ കൂടെ പ്രിൻസ് എനിക്ക് ഒന്ന് വരുന്ന എനിക്ക് ഈ അടുത്ത ക്രിസ്മസിനോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, ആണ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത മാസം ഒന്നും കൂടി ദിലീപേട്ടൻ്റെ കൂടെ കാണാല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇല്ല നിക്ക് ഇതൊന്ന് കഴിയട്ടെ. എന്തെത്ര ദിനം എത്ര നാൾക്ക് ശേഷം കാണുന്നതാ. നമ്മളെല്ലാരും കാണേണ്ടി വരും. നമ്മുടെ സ്ഥിരം സാന്നിധ്യമല്ലേ മലയാള സിനിമയിലെ. ചാർജ് ചേട്ടനെ കാണില്ല എന്ന് എല്ലാരും ചോദിക്കും ഇന്റർവ്യൂസിലൊക്കെ. പരാതിയാണ്. ഒന്ന് കാണട്ടെ. എന്ത് ചേട്ടാ, ആ ചേട്ടൻ ഇല്ലെങ്കിലും പക്ഷെ ചേട്ടന്റെ സാന്നിധ്യം എല്ലാ ഇന്റർവ്യൂസിലും വരുന്നുണ്ട്. ഇല്ലാത്ത പടത്തിന്റെ ഇന്റർവ്യൂ വന്നിരിക്കുക മതിയാ. ഞാനൊരു വീഡിയോ കാണിച്ചല്ലോ, ചേട്ടൻ ഇല്ല അതില്, പക്ഷെ ചേട്ടന്റെ പേരുണ്ട്. ഈ ഒന്ന് ആദ്യമായിട്ടാണ് ബേസിൽ ചേട്ടന് എതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു ശക്തിയായ എതിരാളിനെ കാണുന്നത്. ഇല്ല, സത്യമാണത്. കഴിഞ്ഞ 2 ഇന്റർവ്യൂസിലും ഭയങ്കര പുലിയായിരുന്നു. കാപ്പിയൊന്നും കുടിച്ചോട്ടെ, അതായത് ധ്യാൻ ചേട്ടന് മുന്നിൽ വരെ ഞാൻ പിടിച്ചു നിൽക്കും എന്നാണ് പറയുന്നത് ബേസിൽ ചേട്ടൻ. ഒന്നും വേണ്ടത്, അവരതിന്റെ മറി വാക്ക് പറഞ്ഞിട്ട് അത് ഏറി കയറ്റാനാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യും. ചേട്ടന് ഒന്നും കൂടി കാണണോ? എന്റെ മുന്നിൽ വരെ പിടിച്ചു നിന്നു. 5-1 എന്ത് തോപ്പിച്ചു? പിടിച്ചു നിൽക്കുന്നാണോ? നിന്നു. പിന്നാണോ പറയാൻ കഴിഞ്ഞ ദിവസം മറ്റേ നാണം കെടുത്തി വിട്ടോല്ലേ? അത് ടോയുടെ ശാവായിരിക്കും. ഞാനാണ് അപ്പാണ് ഇറങ്ങിപ്പോ. കർമ്മന്നൊക്കെ പറയുന്നത് ഇതാണ് ചേട്ടാ. ഞാനിത് ബേസിൽ ചേട്ടൻ അയച്ചെടുത്തു വീഡിയോ കണ്ടപ്പോ തന്നെ. ഇല്ല, ചിരിച്ചിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് ക്യാപ്ഷൻ കണ്ടു കുറച്ച് കഴിഞ്ഞിട്ട്, കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് കിട്ടി. അവരെന്തോ ചെയ്യിച്ചു. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു ആ വീഡിയോന്റെ റിയാക്ഷൻ. താങ്ക് യു. ഞങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ചേച്ചി ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ, നിർത്തി കഴിഞ്ഞു. അപ്പൊ ID ദ ഫേക്ക് തിയേറ്ററിൽ റിലീസ് ആവാണ്. കുറച്ച് നാൾക്ക് ശേഷം ധ്യാൻ ചേട്ടന്റെ ഒരു പടം അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞ ആഴ്ച പടം ഉണ്ടായിരുന്നു.
ആ ഓപ്ഷനിക്ക് എനിക്ക് വരാൻ പറ്റിയില്ല, കാലിക്കറ്റ് ആയിരുന്നല്ലേ ലൊക്കേഷൻ. ഒന്നുമില്ല എന്റെ പേര്. അല്ല ഇന്റർവ്യൂ കയറാൻ പറ്റില്ല. അപ്പൊ എന്തായാലും സിനിമ വളരെ വലിയൊരു വിജയമാട്ടെ. ഭയങ്കര സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള മാറ്റർ ആണ് കൈകാര്യം ചെയ്യുന്നത്. നീ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇരുത്തി വെറുപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.